നമസ്കാരം. അടുത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ നേമം. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നും ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. 2016 BJPയുടെ മുതിർന്ന നേതാവായ O. രാജഗോപാൽ ഈ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. BJP ആദ്യമായിട്ടാണ് അന്ന് കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് നേടിയത്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചത് നിലവിലെ വിദ്യാഭ്യാസ മന്ത്രിയായ V. ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടിക്കെതിരെ മത്സരിച്ചത് K. മുരളീധരനും BJPയിൽ നിന്ന് കുമ്മനം രാജശേഖരനുമായിരുന്നു. എന്നിട്ട് V. ശിവൻകുട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കുമ്മനം രാജശേഖരനുള്ള നിരവധി വോട്ടുകൾ K. മുരളീധരൻ നേടിയത് കൊണ്ടാണ് എന്നാണ് BJP പൊതുവെ കരുതിയിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, പല കോൺഗ്രസ് നേതാക്കന്മാർ, അതായത് മുതിർന്ന നേതാക്കന്മാർക്ക് ഇക്കുറി നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ ഭയമാണ്. മറ്റ് പല സീറ്റുകൾക്ക് വേണ്ടി കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരാരും തന്നെ ഈ മണ്ഡലത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത് പോലുമില്ല എന്നുള്ളതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. ഇത്തരത്തിൽ തങ്ങൾക്ക് കൈവിട്ടുപോയ ഒരു മണ്ഡലം തിരികെ പിടിക്കാൻ എന്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ ആരും തന്നെ രംഗത്ത് വരാത്തതെന്നാണ് അവരുടെ സംശയം. ഈ നിയമമണ്ഡലത്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അത് ഈ നിയമമണ്ഡലമല്ല, പഴയ ഒരു നിയമമണ്ഡലമായിരുന്നൊരു കാലഘട്ടം. പിന്നീട് മണ്ഡല പുനർവിഭജനം നടക്കുന്നതിന് മുമ്പുള്ള നിയമമണ്ഡലത്തിൽ 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. കരുണാകരൻ മത്സരിച്ചിരുന്നു. K. കരുണാകരൻ 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്, നേമത്തും അതിൻ്റെ പതിവ് മണ്ഡലമായ മാളയിലും. അത് 2 മണ്ഡലങ്ങളിലും അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ K. കരുണാകരൻ വിജയിച്ച് കയറിയ, അതുപോലെ രമേശ് നായരെയൊക്കെ പോലെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾ വിജയിച്ച് കയറിയ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് എന്തിനാണ് ഇത്ര പേടി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വെളിപ്പെടുത്തുന്നത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം തന്നെ RSSനെ പേടിയാണ് എന്നാണ്. RSS പേടിയിലാണ് ഇവർ പലരും മത്സരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ K. മുരളീധരനെ നിർത്തിയത് കൊണ്ടാണ് കുമ്മനം രാജശേഖരൻ പരാജയപ്പെട്ടത് എന്നും തങ്ങൾക്ക് ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയത് എന്നും, അതുകൊണ്ട് തന്നെ അടുത്ത തവണ മത്സരിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ വളരെ കൃത്യമായ ലക്ഷ്യമിട്ട് നന്നായി പ്രവർത്തിച്ച് വിജയിക്കാൻ BJP 18 അടവും പയറ്റും എന്ന് അറിയാവുന്നുള്ളത് കൊണ്ടാണ് പലരും ഇപ്പോൾ മാറി നിൽക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, മുതിർന്ന നേതാക്കൾക്ക് ആർക്കും മത്സരിക്കാൻ വയ്യെങ്കിൽ എത്രയോ ചെറുപ്പക്കാരായ കോൺഗ്രസ് നേതാക്കൾ തിരുവനന്തപുരത്തുണ്ട്, അവരാരെങ്കിലും അവിടെ പരീക്ഷിച്ചുകൂടെ എന്നൊരു ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. പക്ഷേ ഇതിലും രസകരമായ കാര്യം, യുവജനങ്ങൾ ആരും തന്നെ ഈ മണ്ഡലം ആവശ്യപ്പെട്ട് ഇനി രംഗത്ത് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവർക്കും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ വേണം എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തെ അവരുടെ ഒരു രീതിയാണത്. എല്ലാ നേതാക്കൾക്കും വിജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് തന്നെ വേണം. കാരണം വിജയിച്ച് ഭരണം കിട്ടിയാൽ മന്ത്രിസ്ഥാനം മറ്റും കിട്ടണമെങ്കിൽ MLA ആയിരിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെയാണ് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിന് വേണ്ടി ഇപ്പോൾ പിടിവലി നടത്തുന്നത്. നിയമത്തെ ആർക്കും വേണ്ട എന്നുള്ളതാണ് ഒരവസ്ഥ. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ സർവ്വശക്തി ഉപയോഗിച്ച് ഇക്കുറി നിയമം സീറ്റ് നേടാൻ തന്നെയായിരിക്കും ശ്രമിക്കുക. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഈ മണ്ഡലത്തിൽ കളത്തിലിറക്കിയിരിക്കുന്നത് തന്നെ മണ്ഡലം തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാണ്. അതേസമയം ഇടതുമുന്നണി ആകട്ടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള മന്ത്രി V. ശിവൻകുട്ടി ഇത്തവണ മത്സരിക്കുകയില്ല എന്നാണ് കരുതിയിരുന്നതെങ്കിലും V. ശിവൻകുട്ടി തന്നെ വീണ്ടും കളത്തിലിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. V. ശിവൻകുട്ടിക്ക് മണ്ഡലത്തിലുടനീളമുള്ള ശക്തമായ വ്യക്തിബന്ധങ്ങൾ തന്നെ ആയിരിക്കാം, ഒരു പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായ തന്നെ എല്ലാവരെയും വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഒരാൾ കൂടിയാണ് V. ശിവൻകുട്ടി. മാത്രമല്ല അദ്ദേഹം നിലവിൽ മന്ത്രി കൂടിയാണ്. അപ്പോൾ അങ്ങനെ V. ശിവൻകുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും വ്യക്തിബന്ധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലം നിലനിർത്താം എന്നാണ് CPM കരുതുന്നതെങ്കിലും അത്ര എളുപ്പമായിരിക്കില്ല എന്നവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് മറ്റാരെയും പരീക്ഷിക്കാതെ V. ശിവൻകുട്ടി തന്നെ ഒന്നുകൂടി കളത്തിലിറക്കാൻ CPM തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ്സുകാരുടെ കാര്യം വളരെ പരിതാപകരമാണ്. കാരണം മുതിർന്ന നേതാക്കൾക്ക് ആർക്കും തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ധൈര്യമില്ല എന്ന് വരുന്നത് കോൺഗ്രസിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരുപാട് സാധ്യതകളെ ബാധിക്കാൻ ഒരുപക്ഷെ ഈ നേതാക്കന്മാരുടെ നിലപാട് കാരണമായി തീരുമെന്നുള്ളതിന് മികച്ച ഉദാഹരണമായി ഇത് മാറുകയാണ്. നേതാക്കൾക്കെല്ലാം ജയിക്കുന്ന സീറ്റ് മാത്രം മതി, തോൽക്കുന്ന സീറ്റ് വേണമെങ്കിൽ അനുയായികൾക്കോ അല്ലെങ്കിൽ ജൂനിയർ നേതാക്കന്മാർക്കെങ്കിലും കൊടുക്കാമെന്നുള്ളതാണ് പലപ്പോഴും കോൺഗ്രസ് പിന്തുടരുന്നതുമൊക്കെ തന്നെ. കഴിഞ്ഞ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കോൺഗ്രസ് ചെയ്തത് അവരുടെ താരതമ്യേന ദുർബലമായ ഒരു ഘടകകക്ഷിക്ക് ഈ സീറ്റ് നൽകുകയായിരുന്നു. അങ്ങനെ അന്ന് O. രാജഗോപാലിന് ഈസി വാക്ക് ഓവർ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. ഓരോ സീറ്റ് നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ BJP അവരുടെ സർവ്വശക്തി, അവരുടെ സർവ്വ അമ്പുകളും അവനയിൽ നിന്നെടുത്ത് പ്രയോഗിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ കോൺഗ്രസ്സുകാർക്കാകട്ടെ ഇനിയും അങ്ങോട്ട് ധൈര്യം വന്നിട്ടില്ല. ആരായിരിക്കും ഒടുവിൽ നേമത്ത് V. ശിവൻകുട്ടിയെയും രാജീവ് ചന്ദ്രശേഖരനെ നേരിടാനെത്തുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.